പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി ചർച്ച ചെയ്യുന്നതിനായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഈ പഞ്ചായത്ത് സംബന്ധിച്ച് കാണുന്ന ചെറിയ കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നില്ല. അതിൽ ഏറ്റവും വലുതെന്ന് തോന്നുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച എല്ലാവർക്കും തലചായ്ക്കാൻ ഒരു സ്ഥലം നൽകണമെന്ന നമ്മുടെ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടുള്ള ലൈഫ് ഭവന പദ്ധതിയിൽ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വീടുകൾ നൽകിയ സ്ഥലം പെരിഞ്ഞാണ്. അത് പെരിഞ്ഞാലുള്ള ഒരു അപ്രീസിയേഷനാണ്. അതൊരു വളരെ ഗൗരവപ്പെട്ട സംഗതിയാണ്. രണ്ടാമത് നമ്മൾ കാണുന്നൊരു കാര്യം, നമ്മുടെ പെരിഞ്ഞനം പഞ്ചായത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഇടപെടൽ നമ്മൾ നടത്തിയത് അതിദരിദ്രരായിട്ടുള്ള ആളുകളെ മാറ്റാനുള്ള ശ്രമമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രശ്നോട് ചോദിച്ചു, എത്ര പേരുണ്ട് നമുക്ക് അതിദാരിദ്ര്യമില്ലാത്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാം. അതിദാരിദ്ര്യമില്ലാത്ത ആളുകളെ പ്രഖ്യാപിക്കാമെന്നത് ചെറിയ കാര്യങ്ങളൊന്നും ഒരിക്കലും വിശ്വസിക്കുന്നില്ല. വലിയ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ലാതെങ്കിൽ പോലും ഇനി ഒരാൾ പോലും നമ്മുടെ ആരുപോലും ഇല്ലാത്ത ആളില്ലാതെ പ്രഖ്യാപിക്കപ്പെടുന്ന കാര്യമാണ്. പ്രസിഡന്റ് പറഞ്ഞത് ഒരാൾ മാത്രം വൈകിട്ട് അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റിനെ നന്നായി ഭരണസഭയ്ക്ക് ഉറപ്പിച്ചു പറയാതിരിക്കുകയും അതിദാരിദ്ര്യമില്ലാത്ത പഞ്ചായത്തുകളിൽ 1-ാം നമ്പറായി ആര് പറഞ്ഞു? നമ്മുടെ പെരിഞ്ഞനം പഞ്ചായത്ത് പറഞ്ഞു. വലിയ കാര്യമാണ്, ചെറുതാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ. ഒപ്പം തന്നെ കാർഷിക രംഗത്ത് ഇപ്പോഴും നല്ലപോലെ മുന്നേറിയ പഞ്ചായത്താണ്. ഇത് ഞങ്ങളുടെ കൃഷി ഓഫീസർ ഉൾപ്പെടെ ഇരിക്കുന്നുണ്ട്. 2 സ്ഥലത്തേക്ക് പോയി അതുകൊണ്ട് ബന്ധപ്പെട്ട് സാധാരണ കൃഷിക്കാരാണ് അവർ ചെയ്യുന്ന കൃഷി. നോക്കുന്ന എല്ലാ സ്ഥലത്തും എല്ലാ വീട്ടിലും ചെറിയ ചെറിയ കൃഷികൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന പഞ്ചായത്തിൽ ഒന്നായി മാറുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യാതിഥിയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല കരട് പദ്ധതി അവതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ് തങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ NR ഹർഷകുമാർ, പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KS ദിലീപ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷങ്ങൾക്കിനി രാജകീയ വേദി സമ്മാനിക്കാൻ SK പാലസ്, ദ ലക്ഷൂറിയസ് കൺവെൻഷൻ സെന്റർ വെൽക്കംസ് യു. ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ. അതിമനോഹരമായ AC, non-AC ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു. അതിഥികൾക്ക് സ്നേഹവിരുന്നൊരുക്കാൻ 16,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ. കൂടാതെ വൈഡ് സ്റ്റേജസ്, സ്പേഷ്യസ് കിച്ചൺ, ബ്യൂട്ടിഫുൾ ലൗഞ്ച്, ലിഫ്റ്റ് ഫെസിലിറ്റി, കിഡ്സ് പ്ലേ സോൺ, ആംബിൾ കാർ പാർക്കിംഗ്, മോർ ആൻഡ് മോർ. First and best option for wedding, receptions, engagement, birthday party, all get together തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണപ്പൊലിമയേകാൻ SK പാലസ് ഒപ്പമുണ്ട്. വരൂ, ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം. SK പാലസ് കൺവെൻഷൻ സെന്റർ, എടത്തിരുത്തി സൗത്ത്, തൃശൂർ. www.skpalace.in. You're watching True Line News.